ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. അത്രയും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മൈദമാവിലാണെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്യാം. അപ്പം ഞാൻ മൈദമാവ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഗോതമ്പ് മാവിലാണ് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണേ ഉള്ളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടും കൂടി ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തൈരാണ് കേട്ടോ. അധികം പുളിപ്പില്ലാത്ത തൈര്, ലേശം പുളിപ്പ് ഉണ്ടാവണം കേട്ടോ, ഒരുപാട് പുളിപ്പ് കുറവാവണ്ട, ലേശം പുളിപ്പുണ്ടാകണം. ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ തൈരൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇപ്പം ഞാൻ തൈര് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ചൂടുള്ള വെള്ളമാണ് കേട്ടോ, നല്ല ചൂടല്ല, എന്നാലും ഒരുവിധം ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ തൈരും ചെറിയ ചൂടുവെള്ളം കൂടി എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇപ്പം ഞാൻ അവസാനം ഒരു 3 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഏകദേശം നിങ്ങളൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ മാറ്റി വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയത്. അപ്പം ഞാനൊരു 1/2 അവറേ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട്. പക്ഷെ കൂടുതൽ സമയം എടുത്ത് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല ഇരട്ടിയായിട്ട് നമുക്ക് സോഫ്റ്റ് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കറി വെക്കാനാണ്, നമ്മൾ സോയ ഗ്രേവിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, നമ്മൾ സോയ ഇട്ട് വെക്കാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചായപ്പൊടി, നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചായപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ചായപ്പൊടി ഇതിലേക്ക്, നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിട്ടാണ് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചായവെള്ളം ചായവെള്ളമില്ല, വെള്ളത്തിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര അല്ല കേട്ടോ, ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വെള്ളം അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക്, ആ തിളയ്ക്കുന്ന വെള്ളം തന്നെയാണ്, ആ സമയം കൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് സോയ ചേർക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെറിയ സോയയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇട്ട് കൊടുത്തത് സോയ കുറച്ച് പൊടിച്ചിട്ടാണ് കേട്ടോ. മുഴുവനായിട്ടുള്ള സോയനെ കുറച്ച് തട്ടിയിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടാനാണ്. ഇതൊക്കെ ഒരു നല്ലൊരു സീക്രട്ട്, എന്താ പറയുക, ഒരു ടിപ്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ സോയ നമുക്കൊരു 1/2 അവർ ആ വെള്ളത്തിൽ ഇരുന്നോട്ടെ. ഇപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 5 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഏതെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഒരു 4 ടീസ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ 4 കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, പിന്നെ അതുപോലെ 2 ഏലയ്ക്ക്, 3 ഗ്രാമ്പൂ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 2-3 വെല്ലുള്ളി, അത് നിങ്ങൾ ഗ്രേവിക്ക് എത്ര വേണ്ടത് അതിന് ആവശ്യാനുസരണം പോലെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 വെല്ലുള്ളി, മീഡിയം സൈസിലേക്കുള്ള 2 വെല്ലുള്ളി അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വണക്കിയെടുക്കാം. നന്നായിട്ടൊരു കളർ ചേഞ്ചായി വരട്ടെ. ചേഞ്ചായി വന്നതിന് ശേഷം നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ 3ഉം കൂടി അരച്ചതിൻ്റെ പേസ്റ്റാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ല. അപ്പോൾ ഇതുപോലെ ഏകദേശം വണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ തക്കാളി അരച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 3 തക്കാളി, ഒരു മീഡിയം സൈസിലേക്കുള്ള ഒരു 3 തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അത് നമുക്ക് അരച്ച് മാറ്റി വെച്ചേക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി വണങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ടീസ്പൂൺ ഇട്ടതിന് ശേഷം ഇതും കൂടെ വണക്കിയെടുക്കാം. ഇതും കൂടെ വണങ്ങി വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളിൻ്റെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നല്ല പച്ചമുളക്, നിങ്ങൾ ഇടുന്ന പച്ചമുളക് എരിവാണെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ കുറവാക്കുകയാണെങ്കിൽ കൂടുതലൊക്കെ അതൊക്കെ നിങ്ങളുടെ പച്ചമുളകും മുളക് പൊടിയും എല്ലാം നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തത് വന്നിട്ട് വളരെ എരിവ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും, അതുപോലെ നമ്മളെ പേസ്റ്റിലും പച്ചമുളക് ഉണ്ട്, തക്കാളിയുടെ പേസ്റ്റിലും പച്ചമുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ട് നല്ല ഡാർക്ക് കളർ, ഞാൻ ഇട്ട് കൊടുത്ത തക്കാളി വന്നിട്ട് നല്ല റെഡായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് തന്നെ നല്ലൊരു റെഡ് കളർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കളർ നമുക്കുണ്ടെങ്കിൽ
ഗ്രേവിക്ക് നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണുന്ന സമയത്ത്. ഇപ്പം നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വന്നിട്ട് ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന് ചേർക്കുന്നുള്ളൂ കേട്ടോ. നമുക്കൊരു ചെറിയൊരു ബ്രൗൺ കളറിലാ കിട്ടുന്ന വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഒരു മുളക് പൊടി, അപ്പം 1/2 ടീസ്പൂണും കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അങ്ങനെ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കസ്തൂരി മേത്തിയാണ്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു മണം കിട്ടും, നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ സോയ നമ്മൾ സാധാ നോർമൽ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഈ സോയ വന്നിട്ട് ഈ ഒരു കളറിലാണ് കേട്ടോ. നമ്മൾ ആ ചായ വെള്ളത്തിൽ അതായത് നമ്മൾ ചായപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് കൊടുത്ത കാരണമാണ് നമുക്ക് ഈ ഒരു സോയയ്ക്ക് ഈ ഒരു കളറ്. ട്രൈ ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടിട്ടില്ല എന്നൊന്നും വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഒരു സീക്രട്ട് ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഇപ്പം ഞാൻ കുറച്ച് സോയ വന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ഒരു നല്ല തിക്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു സീക്രട്ട് ടിപ്സാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെറു ചൂടുവെള്ളം നമുക്ക് എത്ര കറി വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. പച്ചവെള്ളം എന്തായാലും ഒഴിക്കേണ്ട. പച്ചവെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പം നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കണം. അപ്പം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അവസാനം നമ്മൾ മല്ലിയിലയാണ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിലേക്കുള്ള മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഫൈനലായിട്ട് 2-3 സാധനങ്ങളും കൂടെ ചേർക്കാറുണ്ട്. അതായത് നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ചില ഗ്രേവികളൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ്, ആ പച്ചമണം ഉണ്ടല്ലോ, നമ്മുടെ ഈ പച്ചമുളക് ഇങ്ങനെ വണക്കാതെ നമ്മൾ ഇതിലേക്ക് നേരെ ഇട്ട് കൊടുക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം അതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി സോസും സോയ സോസും നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം. ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ സോയ കറി ഇവിടെ റെഡിയാണ്. നമുക്ക് ഇനിയിപ്പോൾ കുൽച്ചാവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്ല, നമ്മൾ ചെറുതായിട്ട് ഇടികലിൽ നന്നായിട്ടൊന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും എനിക്ക് ചതച്ചിട്ട് ചേർക്കുന്നതാണ് കേട്ടോ ഒരു ഇഷ്ടം. പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ ചേർക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന റൊട്ടി പോലെ ഉണ്ടല്ലോ, നമ്മൾ ചപ്പാത്തി പോലെ പരത്തി എടുത്തിട്ട് അതിന് മുകളിലേക്ക് തേക്കാനായിട്ടാണ് നമ്മൾ മിക്സ് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ട സമയത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാമല്ലോ, എല്ലാം കൂടെ ഒരുപാട് മിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി നൈസായിട്ട് പരത്തല്ലോ, അപ്പോൾ അതുപോലെയല്ല ഇത് ഒരുവിധം തിക്നെസ്സായിട്ടും വളരെ ചെറുതായിട്ട് പരത്തിയാൽ കുഴപ്പമില്ല, എന്നാലും ഒരുവിധം തിക്നെസ് വന്നിട്ട് നമ്മൾ ചപ്പാത്തി പോലെ നല്ല നൈസായിട്ട് പരത്താൻ പാടില്ല, ഒരുവിധം തിക്നെസ് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഏകദേശം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് എത്ര വേണ്ടത് അപ്പോൾ അതുപോലെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ വെളുത്തുള്ളി എന്നല്ല ഏത് ഉള്ളിയാണെങ്കിലും ഭയങ്കര ഒരു ശത്രുതയാണ് കേട്ടോ ഉള്ളിയുടെ മേലെ. അപ്പം എനിക്കും ഹസ്ബൻഡിനുമായിട്ടാണ് നമ്മൾ ഈ ഉള്ളിയുടെ മിക്സ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം പോലെ തേച്ച് കൊടുക്കട്ടെ. എന്നിട്ട് അടുത്ത വശം നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. നമ്മൾ തന്തൂരി റൊട്ടി ഉണ്ടാക്കുമല്ലോ ആ ഒരു മെത്തേഡായിട്ടാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അടുത്ത വശത്ത് നമ്മൾ വെള്ളം സാധാ പച്ചവെള്ളം തന്നെയാണ്. അപ്പോൾ അത് തേച്ചിട്ട് നമ്മൾ ദോശക്കല്ലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ചതിന് ശേഷം നമ്മൾ ദോശക്കല്ല് വന്നിട്ട് ചെറിയ ചൂട് മതി കേട്ടോ, ഒരുപാടും ചൂടാക്കണ്ട. എന്നിട്ട് നേരെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടിയിട്ട് അടച്ച് വെക്കാൻ കേട്ടോ. അടച്ചിട്ട് നമുക്കത് കുക്കാവാൻ നമുക്കിപ്പോൾ ഒരു ചപ്പാത്തി എത്ര നേരം സമയം വേണ്ടതാണ്, അപ്പോൾ ആ ഒരു സമയം വരേക്ക് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം.
അടച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അടിയിൽ, കാരണം അടിയിൽ വെള്ളം ഉള്ള കാരണം ഒട്ടുമൊന്നുമില്ല, കരിയും ഇല്ല. അപ്പോൾ ഇതുപോലെ ബബിൾസ് പോലെ വരുന്ന സമയത്ത് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മുകളിലെ ഭാഗം നമ്മൾ എണ്ണ തേച്ച് കൊടുത്ത കാരണം മുകളിലെ ഭാഗം വെന്ത് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത വശം ഇപ്പോൾ ചെറുതായിട്ടൊരു ബബിൾസ് വന്ന പോലെയുള്ള ഭാഗത്ത് വേവാത്ത പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ, അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി തിരിച്ചിട്ടും റെഡിയാക്കി എടുത്താൽ നമ്മുടെ കുഴിച്ച റെഡി ചെയ്യാനിട്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ റെസിപ്പി റെഡിയാക്കിയത്. നല്ല ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കറി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് കഴിക്കണം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്താലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്, നമ്മൾ ഉറപ്പായിട്ടും കൊതിപ്പിക്കുന്ന ഒരു ടെക്സ്ചറാണ്. ഈ രണ്ട് റെസിപ്പിക്കും തന്നെ നിങ്ങളെ കാണുമ്പോൾ സമയത്ത് തന്നെ നിങ്ങളെ കൊതിപ്പിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അത്രയും നല്ല ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്ത് സോയ ഗ്രേവി എന്ന് പറയുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഇതുപോലൊക്കെ വെറൈറ്റി ആയി ട്രൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും കഴിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കട്ടെ, എന്ന് പറഞ്ഞാൽ ഓരോന്നും പതുക്കെ നമുക്ക് ചുട്ടെടുത്ത് ഈ ഗ്രേവി വെക്കാനും തന്നെ ഒരുപാട് സമയം എടുക്കും. എന്നാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ, ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ചെയ്താലും എന്തായാലും നമ്മൾ വീട്ടുകാർക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്ന സമയത്ത് തന്നെ അതിലൊരു വലിയൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, രണ്ടിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.